السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. അല്ലാഹുവിന്റെ തൗഫീഖിനാൽ 32-ാമത്തെ അധ്യായം സൂറത്തു അസ്സജ്ദ. അതിലെ 10ഓളം ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതില് 10 ആയത്തോളം നമ്മൾ പഠിച്ചതില് അതിലെ 10ാമത്തെ ആയത്തിലുള്ളത് വഖാലു അഇദാ ളലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. കാഫിറുകൾ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ ലയിച്ച് അപ്രത്യക്ഷരായാൽ പോലും വീണ്ടും ഞങ്ങളെ പുനഃസൃഷ്ടിക്കുമോ, ഞങ്ങൾ വീണ്ടും വരുമോ എന്നാണ്. അത് പുനരുദ്ധാനത്തെ നിഷേധിക്കുന്ന മുശ്രിക്കുകൾ പറഞ്ഞതാണത്. ഇദാ മിത്നാ വഗൈബ്നാ ഫിൽ അർള് വസാറത് അജ്സാമുനാ തുറാബൻ ഫഹൽ നബ്അസു അഹ്യാഅ മിൻ ജദീദ് എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങൾ മരിക്കുകയും ഭൂമിയിൽ മറഞ്ഞു പോവുകയും ഞങ്ങളുടെ ശരീരങ്ങൾ മണ്ണായിത്തീരുകയും ചെയ്താൽ വീണ്ടും പുതുതായി ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ എന്നാണ്. ലാ യുഖലു ദാലിക, അതൊരിക്കലും ആലോചിക്കാനേ സാധ്യമല്ല, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നാണ്. ഇങ്ങനെ പറഞ്ഞ ആളുകളോട് പിന്നീട് റബ്ബുൽ ഇസ്സത്ത് പറയുന്ന മറുപടിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? പുനരുദ്ധാനത്തെ, ബഅസിനെ നിഷേധിക്കുന്ന ഈ മുശ്രിക്കുകളോട് പറയുക നബിയെ. അതാണ് ശേഷം നമ്മൾ പഠിക്കണ ആയത്ത്. എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യതവഫാകും മലകുൽ മൗത്തിൽ ലദീ വക്കില ബികും ثم إلى ربكم ترجعون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا
إنا موقنون. ولو شئنا لآتينا كل نفس هداها. آتينا ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. ഒന്നുകൂടി ആവർത്തിക്കാം. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم. وذوقوا عذاب الخلد بما كنتم تعملون. ما شاء الله. بارك الله فيكم جميعا. അല്ലാഹു തആല നമ്മുടെ ഈ ഖിറാഅത്തിൽ പഠനത്തിലൊക്കെ അല്ലാഹു നമുക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. പുനരുദ്ധാനത്തെ, ബഅസിനെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ഈ മുശ്രിക്കുകളോട് പറയുക നബിയെ, എന്താ പറയേണ്ടത്? ഖുൽ, പറയുക നബിയെ, യതവഫാകും, നിങ്ങളെ മരിപ്പിക്കും. ആര്? മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും. അല്ലദീ, എങ്ങനത്തതാണ് മലക്ക്? വുക്കില, ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുമെന്ന് പറയുക നബിയെ. ബിക്കും, നിങ്ങളെ. നേരെ പറഞ്ഞാൽ നബിയെ പറഞ്ഞു കൊടുക്കാം, ഈ വിഭാഗത്തോട് പറഞ്ഞു കൊടുക്കാം, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണെന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി എത്തിയാൽ അല്ലാഹു മനുഷ്യനെ മരിപ്പിക്കും. ഇത് നമുക്കെല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് വിശ്വാസികളെ നിലക്ക്. റൂഹിനെ പിടിക്കാനുള്ള കൽപ്പന നൽകുന്നതും മലക്കുകളെ നിയോഗിക്കുന്നതും ആരാണ്?
അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹലിന്റെ 70 കാണാം, അല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കും. പക്ഷെ ഇവിടെ എന്താ പറയണത്? ഇവിടെ മുശ്രിക്കുകളോട് എന്താ പറയണത്? നിങ്ങളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. മരിപ്പിക്കുന്നതിനെ മലക്കുൽ മൗത്തിലേക്ക് ചേർത്തി പറഞ്ഞു. സത്യത്തിൽ മരിപ്പിക്കണത് ആരാ? അള്ളാഹു ആണ്. പക്ഷെ മരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു രീതി ഉണ്ട്. അതാരാ? മലക്കുൽ മൗത്ത്. അതുകൊണ്ട് മലക്കുൽ, അതാണ് ഉക്കില ബിക്കും ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും എന്ന് പറയാൻ കാരണം അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്. പക്ഷെ മരിപ്പിക്കുന്ന മലക്കിലേക്ക് ചേർത്തിട്ട് അങ്ങനെ പറയാണ്. എന്നാൽ മലക്കുൽ മൗത്ത് മാത്രമാണോ മരിപ്പിക്കണത്? അല്ല. പിന്നെ ആരൊക്കെയുണ്ട്? ആ മലക്കുൽ മൗത്തിന് സഹായികളായി വേറെയും മലക്കുകളുണ്ട്. മലക്കുൽ മൗത്തിന്റെ കൂടെ കുറെ മലക്കുകൾ ഉണ്ടാവും. മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിലാണ് മലക്കുകളെ വരവ്. മലക്കുൽ മൗത്തിന് നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്നൊരു പേരുണ്ട്. പറയേ, ഉറക്കം പറയേ. ഉറക്കം പോകാനും നല്ലതാണ്. എന്താ മോനെ നാട്ടിൻപുറത്ത് എന്താ മലക്കുൽ മൗത്തിന്റെ പേര് പറയല്? സാധാരണ നാട്ടുകാരെന്താ പറയല്? ഞാൻ അറിയണമെങ്കിൽ ഇടങ്ങാറ് പറഞ്ഞു കൊടുക്കണ്ട. അസ്രായിൽ എന്നൊക്കെ പറയല്ലേ, പക്ഷെ അതിനൊരു രേഖയൊന്നുമില്ല. മലക്കുൽ മൗത്ത് എന്ന് പറയാ നല്ലത്. ഇത് മറ്റ് പ്രധാനപ്പെട്ട പല മലക്കുകൾക്കും പേരുണ്ട്. ഇപ്പൊ മലക്കുകളുടെ പേരിങ്ങനെ പഠിച്ചാൽ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന കുറേ മലക്കുകളുണ്ട്, അല്ലേ? പറയാൻ പറ്റാത്ത കുറേ മലക്കുകളുണ്ട്. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ പേരെന്താന്നൊക്കെ, അവരെ എണ്ണ എത്രയെന്നൊക്കെ അള്ളാഹ്ക്ക് അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് അള്ളാഹുടെ സൃഷ്ടികൾ. പക്ഷെ ഒരു മലക്കിന്റെ പേരുണ്ടെന്നറിയോ? റഅദ് എന്നാണ്. എന്താ പേര്? അത് നിങ്ങൾ എവിടെ കേട്ടില്ലേ? പ്രാർത്ഥന ഇടി പൊട്ടുമ്പോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇടിമിന്നലൊക്കെ ഉണ്ടാവുമ്പോൾ സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫത്തി. അല്ലാമ അൽബാനി റഹ്മഹുല്ലാഹ് ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. ഈ മലക്കളെ കുറിച്ച് പറയാണ്. അതായത് സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു, സുബ്ഹാന എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ, അല്ലദീ എങ്ങനത്തവനായ, യുസബ്ബിഹു തസ്ബീഹ് നടത്തുന്നു, അർ-റഅദ് റഅദും വൽ മലായികത്തു മലക്കളും. ഇവിടെ റഅദിന് നമ്മൾ സാധാരണ മലയാള പരിഭാഷകളിലൊക്കെ കൊടുക്കുന്ന അർത്ഥം എന്താണ്? ഇടി എന്നാ കൊടുക്കുക. റഅദിന് അങ്ങനെ അർത്ഥം എന്നത് ഇടി. പക്ഷെ ഇവിടെ റഅദുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? ഇടിയല്ല, പിന്നെന്താ? അത് അസ്മാഉൽ അല്ലെങ്കിൽ ഇസ്മുൽ മലായിക, മലക്കിന്റെ പേരാണെന്നാണ് ഹദീസിൽ കാണുന്നത്. എന്താ പേര്? റഅദ്. കൂടെ ആരുണ്ട്? വൽ മലായികത്തു, മലക്കുകളുണ്ട്. മിൻ ഖീഫത്തിഹി, അവനെ തൊട്ടുള്ള ഭയത്താൽ. അപ്പൊ അള്ളാഹുവിനെ തൊട്ട് ഭയന്നുകൊണ്ട് മലക്കുകളും കൂടെ റഅദ് എന്ന പേരുള്ള മലക്കും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ഇത്ര കാലം പഠിച്ചതും നമ്മളെ പലപ്പോഴും പഠിപ്പിച്ചതൊക്കെ എന്താണ്? റഅദ് പറഞ്ഞ ഇടീന്നാണ്. ഇടീന്ന് അർത്ഥമുണ്ട്. അപ്പൊ റഅദും അള്ളാഹിനെ സ്തുതിക്കുന്നുണ്ട്. കാരണം ലോകത്ത് അള്ളാഹ് പഠിച്ച സൃഷ്ടികൾ മുഴുവൻ ആര് തസ്ബീഹ് ചെയ്യുന്നുണ്ട്? അള്ളാഹിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്, അവനെ സ്തുതിക്കുന്നുണ്ട്. അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കണ ആരാണ്? മലക്കളാണ്. എപ്രകാരം നമുക്കറിയാലോ, മലായികത്തു വറൂഹു, മലക്കളും റൂഹും ഇറങ്ങി വരുന്ന. അവിടെ മലക്കുകൾ എന്താ? മലക്കുകളാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? ജിബ്രീലാണ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? എന്നതുപോലെ തന്നെയാണ് ഇവിടെ റഅദ്. വല്ലാഹു തആല അഅലം. അപ്പൊ ശരിക്കും അപ്പൊ മലക്കുകൾ കുറേയുണ്ട്. ഈ മലക്കാരാണ്? ഇത് മലക്കുൽ മൗത്താണ്. ആത്മാവിനെ പുറത്തെടുക്കുന്നതും ഏറ്റുവാങ്ങുന്നതും പക്ഷെ ഒരു കൂട്ടം മലക്കുകളാണ്. ഹദീസിൽ കാണാം, ഒരു മുഅ്മിനായ അടിമ അല്ലെങ്കിൽ അല്ലാത്ത ഒരാളാകട്ടെ, അയാളുടെ കണ്ണിന്റെ വെട്ടത്ത് നേർക്ക് നേരെ മലക്കുൽ മൗത്ത് വന്നിരിക്കുന്ന അയാൾ മലക്കുൽ മൗത്തിനെ കാണും. അയാളെ പരിസരത്തുള്ളവരൊന്നും കാണൂല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു വട്ടൊക്കെ നമ്മൾ കണ്ടേക്കണമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നമ്മളൊരു ദുനിയാവുക്ക് പോവില്ല, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങൂല എന്നർത്ഥം. പക്ഷെ അത് കാണാത്തോണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ മക്കളും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് പോണത്. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടാന്ന് തോന്നും കണ്ടാൽ. അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചിട്ടില്ല. അങ്ങനെ മലക്കുൽ മൗത്ത് മരിക്കാനുള്ളവനെ കാണും, മരിക്കാനുള്ളവൻ മലക്കുൽ മൗത്തിനെ കാണും. കൂടെ ഒരു ജമാഅത്ത് മലക്കുകൾ വേറെ ഉണ്ടാവും. അങ്ങനെ അവന്റെ റൂഹിനെ അവർ പിടിക്കും. എന്നിട്ട് കൂടെ വന്ന മലക്കുകൾ അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവയിലേക്ക് മലക്കിന്റെ റൂഹിന്റെ ആത്മാവിനെ സ്വീകരിക്കും. അതിനെക്കുറിച്ചാണ് ആയത്തിലുള്ളത്,
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു അങ്ങനത്തെ റൂഹാക്കി നമ്മുടെ റൂഹിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാത്ത മലക്കുണ്ട്, അതിനെയും നരകത്തുനിന്ന് കൊണ്ടുവന്ന കഫംപുടയിലാണ് കൊടുക്കുക. അല്ലാഹുൽ മുസ്തഅൻ. എന്നിട്ട് പിന്നെ അവർ പോണതും 7 ആകാശം വരെ പോണതും അവിടുന്ന് പിന്നീട് അപ്പോഴേക്കും ഇവിടെ മയ്യത്ത് കവറിൽ വെച്ചിട്ടുണ്ടാവും. ആ മയ്യത്തിലേക്ക് റൂഹിനെ തിരിച്ചയക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ ഓരോ പൂക്കിലും മലക്കുകൾ അകമ്പടി സേവിക്കുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചീത്ത മലക്കിനെ ചീത്ത റൂഹിനെ 1-ാമത്തെ ആകാശത്ത് വെച്ച് തടയപ്പെടുകയും അതിനെ പാതാള ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. അതും അങ്ങനെ തന്നെയാണ്. തുആദു റൂഹുഹു ഫീ ജസദിഹി, അതിന്റെ റൂഹിലേക്ക്, അതിന്റെ ശരീരത്തിലേക്ക് അത് മടക്കപ്പെടും. അങ്ങനെയാണ് ഖബറിൽ ചോദ്യം ഉണ്ടാവുന്നതൊക്കെ. ഇതൊക്കെ നബി ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറെ മലക്കൾ എണ്ണുണ്ട്. ആ കൂട്ടത്തിൽ ഇതിന് തുടക്കം കുറിക്കണത് ആരാണ്? മലക്കുൽ മൗത്ത്. അതാണ് മലക്കുൽ മൗത്തിലേക്ക് അത് ചേർത്തത്. ഇത് മനസ്സിലാക്കാൻ നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് മാത്രമേ ഓതുന്നുള്ളൂ. കാരണം കുറെ ഓതുമ്പോൾ നമുക്ക് അത് എല്ലാം കൂടി ചിലപ്പോൾ ഹൃദ്യതാവൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് ഓർത്തിച്ചാൽ മതി. 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇന്റെ 97-ാമത്തെ ആയത്ത്. അതുപോലെ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ 27-ാമത്തെ ആയത്ത്. അതുപോലെ 6-ാം അധ്യായം സൂറത്തു അൻആം അതിന്റെ 61-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു തആല വളരെ വിസ്തരിച്ച് ഇത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങള്, റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. അള്ളാഹിനെ കുറിച്ച് റബ്ബ് പറയാണ്, അവനത്രേ തന്റെ അടിയാന്മാരുടെ മേൽ പരമാധികാരമുള്ളത്. ഖാഹിറാണ് അവൻ, ഖഹാർ. നിങ്ങളുടെ മേൽനോട്ടത്തിനായി അവൻ കാവൽക്കാരെ അയക്കുകയും ചെയ്യുന്നു. അതായത് ഹഫളത്തിന്റെ മലക്കൾ, മനുഷ്യരെ അവരുടെ മുന്നിലൂടെയും പുറകിലൂടെയൊക്കെ വന്ന് സഹായിക്കുന്ന ഹഫളത്തിന്റെ മലക്കൾ. എന്നിട്ട് പറയാണ്, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ, ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മുടെ ദൂതന്മാർ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. ആരാണത്? മലക്കുകളാണ്. അപ്പോ മലക്കുൽ മൗത്തിന്റെ കൂടെ ആരുണ്ട്? വേറെ മലക്കുകൾ ഉണ്ടെന്നുള്ളതിന് തെളിവാണത്. അപ്പൊ നോക്കിങ്ങള്, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വക്കില ബികും, പറയുക നബി, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും. എന്നിട്ടോ പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറയാണ് എന്ത്? സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നീട് നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, മലക്കുൽ മൗത്ത് മരിപ്പിക്കും. അതായത് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കും. ആ റൂഹിനെ ഏറ്റെടുക്കുന്നത് കൂടെ വന്ന മറ്റു മലക്കുകളാണ്. ഇതിനെ സംബന്ധിച്ചാണ്, ഈ മലക്കുകളെ സംബന്ധിച്ചാണ് സൂറത്തു നാസിആത്തിലെ ആദ്യ 2 വചനങ്ങൾ. എന്താ സൂറത്തു നാസിആത്തിലെ? വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ. ഈ 2 വാക്കുകൾ, ഈ 2 ആയത്തുകളും സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ കുറിച്ചും അതുപോലെ നിഷേധികളായ, കാഫിറുകളായ, അവിശ്വാസികളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ കുറിച്ചാണ്. അപ്പൊ നോക്കി നിങ്ങള്, അല്ലാഹു തആല കിതാബിൽ പല ഭാഗത്ത് വിശദീകരിച്ച കാര്യമാണ് ഇത്. പല സ്ഥലങ്ങളിലായി റബ്ബുൽ ഇസ്സത്ത് വിശദീകരിക്കുന്നത്. വിശ്വാസികളെ പിടിക്കുന്ന രീതിയെക്കുറിച്ച് ഖുർആനിൽ കാണാൻ പറ്റും, ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ അവിശ്വാസികളുടെ റൂഹ് പിടിക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ഖുർആനിലും കാണാം, തിരുസുന്നത്തിലും കാണാം. എമ്പാടും തെളിവുകൾ കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഇതിലിപ്പോ ഏതിലാ നമ്മൾ പെടുന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇരിക്കണ എന്റെ നിങ്ങളുടെ ഒക്കെ റൂഹ് ഒരു നാൾ എന്ത് ചെയ്യും? പിടിക്കും. നമ്മൾ ഓരോ ദിവസവും എവിടേക്കാ പോയിക്കൊണ്ടിരിക്കണത്?
എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ദിവസത്തിലേക്കാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നാം നിങ്ങൾക്കിടയിൽ മരണത്തെ കണക്കാക്കിയിരിക്കുന്നു എന്നാണ്. സുബ്ഹാനക്കല്ലാഹ്. അള്ളാഹു എവിടെ വെച്ച് മരിച്ചാൽ ഈമാനോട് മരിപ്പിക്കുമാറാകട്ടെ. ഇവിടെ പറയുന്നത് സുമ്മ പിന്നീട് ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നു പറഞ്ഞാൽ ഐ യൗമൽ ജസാ എന്നാണ്. പ്രതിഫലം നൽകുന്ന ദിവസത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. നമ്മളിന്ന് ഖുതുബി പറഞ്ഞല്ലേ, നിങ്ങളുടെ ഹൈറിന് ഹൈർ നൽകുന്ന, ഷെറിന് ഷെറ് നൽകുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. വീണ്ടും കാണാം ഫയുജാസിക്കും ബിഅഅമാലിക്കും എന്നാണ്. യുജാസിക്കും ബിഅഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രതിഫലം നൽകപ്പെടും. അങ്ങനെ ഒരു ലോകത്തേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും എന്നാണ്. അപ്പോ വിചാരണക്കും പ്രതിഫലത്തിനുമായി അല്ലാഹു തആല അവങ്കലേക്ക് മടക്കപ്പെടും. അതാണ് സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. വലൗ തറാ, നീ കാണുകയാണെങ്കിൽ, ഇതിൽ മുജ്രിമൂന, മുജ്രിമീങ്ങൾ ആകുന്നത്, കുറ്റവാളികളാകുന്നത് എങ്ങനെ? നാകിസൂ, താഴ്ത്തി നിൽക്കുന്നവർ, റൂസിഹിം, അവരുടെ തലകൾ, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ. എക്സ്ക്യൂസ് മീ, എവിടെ എന്നല്ലേ? മുസാഫിൽ നോക്ക്, എന്നാലേ മനസ്സിലാവുള്ളൂ. വാക്കർത്ഥം ഇങ്ങനെ പഠിച്ചുണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാരും മുസാഫിലേക്ക് നോക്കി, കാരണം കയ്യിലുള്ള മുസാഫിലേക്ക് നോക്കി ഇങ്ങനെ അർത്ഥം വെച്ച് പഠിച്ചു പോയാൽ നമുക്ക് കുറേ വേഗം ക്ലിക്കാവും. കുറച്ച് നിങ്ങളൊക്കെ മാഷാ അല്ലാഹ് ബറക്കല്ലാഹ് കുറച്ചും കൂടി ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും എല്ലാവരും ഖുർആന്റെ മാനിയൊക്കെ മനസ്സിലാക്കുന്ന അവസ്ഥയൊക്കെ എത്തി. നമുക്ക് കുറേ കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞത് തന്നെ. അതുവരെ ഈ സമസ്തന്റെ ഖുറാഫാത്ത് മദ്രസയിലെ പഠിച്ചില്ല, അവിടുന്ന് ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ തിരിഞ്ഞു വന്നപ്പോൾ കുറേ പ്രായമായി. അള്ളാഹിനോട് വലിയ ശുക്ർ, അൽഹംദുലില്ലാ, അള്ളാഹ് ആ പ്രായത്തിലെങ്കിലും ഇത് എത്തിച്ചെന്നല്ലോ. പക്ഷെ നിങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ ചെറിയ മക്കളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇത് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. നിങ്ങളെ വാപ്പമാരെക്കാളും വല്യപ്പാരെക്കാളൊക്കെ നിങ്ങൾക്കത് അവസരം കിട്ടുകയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കണം. ഇൻഷാ അല്ലാഹ് ഉപയോഗിക്കൂലേ? പറയേ, എസ്സോർന്ന് പറയേ, ഇൻഷാ അല്ലാഹ് പറഞ്ഞു. എന്താ ഇൻഷാ അല്ലാഹ് പറയാത്ത? ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ കുടുങ്ങിട്ടോ. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങള് മരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. ഇവിടെ എന്താ പറഞ്ഞത്? കുറ്റവാളികൾ അവർ അവന്റെ റബ്ബിന്റെ അടുത്ത് തങ്ങളുടെ തല താഴ്ത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അത് നീ കാണുകയാണെങ്കിൽ, അതായത് മുശ്രിക്കുകൾ, ഇവിടെ മുജ്രിമൂൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കുകളാണ്. മുശ്രിക്കുകളാണ്. ഈ പരലോകത്തെ നിഷേധിച്ച ആളുകൾ നാളെ റബ്ബിന്റെ അടുത്ത് വരും. എന്നിട്ടോ അവര് നിഷേധിക്കുന്നത് മുഴുവൻ അവിടെ കാണണം. അവര് സ്വർഗത്തവർ നിഷേധിച്ചു, നരകത്തവർ നിഷേധിച്ചു, ഹിസാബിനെ അവർ നിഷേധിച്ചു, ജസാ പ്രതിഫലം നൽകാൻ അവർ നിഷേധിച്ചു, മഹ്ശറയിൽ വരുന്ന ദിവസത്തെക്കുറിച്ച് അവർ നിഷേധിച്ചു. പക്ഷേ നിഷേധിച്ചത് മുഴുവനും കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഒരു സമയം, അപ്പൊ അവരെന്ത് ചെയ്യും? കുറ്റവാളികള് തല താഴ്ത്തി നിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ചുരുക്കി പറഞ്ഞാല് മുശ്രിക്കുകളെയും കാഫിറുകളെയൊക്കെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ദുനിയാവിലായിരിക്കെ ഈ ആഖിറത്തെ നിഷേധിച്ചിരുന്നവരായിരുന്നു അവർ. അതിനാൽ എന്താണോ നിഷേധിച്ചത് അത് മുന്നിൽ കാണുമ്പോൾ നിന്ദ്യരായി തല താഴ്ത്തി നിൽക്കുന്നവരായിരിക്കും അവർ. ആ അവസ്ഥയിൽ അവർ നിൽക്കുന്നത് നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഗൗരവതരമായൊരു കാഴ്ച തന്നെ ഇരിക്കുന്നതാണത്. അതൊരു ഗൗരവമുള്ള കാര്യമാണ്. കാരണം എന്താ അറിയോ, എല്ലാം വേണ്ടാന്ന് വെച്ചതൊക്കെ മുന്നിൽ. നമ്മള് അമാനി മൗലവിന്റെ തഫ്സീറില്, പരിഭാഷയില്, ഇവിടെ ഉണ്ടോ അമാനിയുടെ തഫ്സീർ? അവിടെ ഉണ്ടോന്നുണ്ട്. അതിനകത്ത് ഏത് ആയത്തിന്റെ പരിഭാഷയില്, ഏത് ആയത്തിന്റെ ഭാഗത്ത് എനിക്കറിയില്ല, അദ്ദേഹം അങ്ങനെ ഒരു കവിത കൊടുക്കുന്നുണ്ട്. ഖാലൽ മുനജ്ജിമു വത്തബീബു കിലാഹുമ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു ദൈവനിഷേധിയും ഒരു വിശ്വാസിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. അതൊരു കവിതയാണ്. അപ്പോ കവിതയിലുള്ള ആശയം ഭയങ്കരമാണ്. പരലോകമൊന്നുമില്ല എന്ന് പറയുന്ന ആളോട് അതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കണ വിശ്വാസി പറയാണ്, നീ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അതായത് പരലോകമല്ല, രക്ഷാശിക്ഷകളില്ല, സ്വർഗനരകങ്ങളില്ല, അങ്ങനൊന്നുമില്ല, മരിച്ചാ പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു നഷ്ടമല്ല. ആർക്ക്? നിസ്കരിച്ച്, നോമ്പൂറ്റ്, സക്കാത്ത് കൊടുത്ത്, ഹജ്ജ് ചെയ്ത്, ഉംറ നിർവഹിച്ച്, അള്ളാഹിനെ പേടിച്ച് ജീവിച്ചവന് യാതൊരു നഷ്ടം വരാല്ല. കാരണം എന്താ അറിയോ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവന്റെ ജീവിതം ദുനിയാവിൽ തന്നെ എന്തായിരിക്കും? സമാധാനത്തിലായിരിക്കും. പട്ടിണി കിടന്നാലും ഒരു സമാധാനം ഉണ്ടാവും. നമ്മൾ പരിശോധിച്ച് നോക്കി,
ജീവിതത്തിൽ വസതീയത്താണ് അവർ ജീവിക്കുന്നത്. വസതീയത്തിലാണ്. ദാമ്പത്യ ജീവിതമായാലും മക്കളെ വളർത്തുന്നിടത്ത് എല്ലായിടത്തും ഒരു കണിശതയും കൃത്യതയും ഉണ്ടാവും. ജീവിതം നല്ല കൃത്യമായിരിക്കും. ഹറാമെന്ന് മാറിയെന്നാല് ദുനിയാവിലെ മെച്ചാണ്, ആഖിറത്തിലെ മെച്ചത്തിനപ്പുറം ദുനിയാവിൽ തന്നെ മെച്ചാണ്. അപ്പൊ ഇയാള് പറയണത് എന്താ വെച്ചാല്, നിരീശ്വരവാദിയോട് പറയാണ്, നീ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ ഞങ്ങൾക്ക് പരലോകത്ത് അങ്ങനെ ഒരു ലോകം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും വരല്ല. എന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിലോ നിന്റെ കാര്യം പരിതാപകരമായിരിക്കുന്നതാണ്. കാരണം എന്താ, സ്വർഗല്ല നരകല്ല പരലോകല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തിന് ഇതൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാല് ഓന്റെ ജീവിതം കൊളായി. നേരെ മറിച്ചോ ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കാം, നഅൂദുബില്ല, ഉണ്ടോ? എല്ലാം ഉണ്ട്, സ്വർഗമുണ്ട് നരകമുണ്ട്, ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് യാതൊരു ബേജാറുമില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു ബേജാറില്ല. അപ്പൊ ശരിക്കും ആരാ വിജയിച്ചോ, ആരാ സമാധാനമുള്ള? വിശ്വാസിയാണ്. അത് നല്ല രസകരമായ ഒരു കവിതയാണത്. പൂർവികരിൽ ആരോ എഴുതിയത്. അത് അമാനിമുൽ റഹ്മത്തുള്ളാഹി എടുത്ത് കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുമ്പോൾ അതിലെത്ത് കാണും. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയാണ്, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന. റബ്ബന എന്ന് പറഞ്ഞ എന്താ മക്കളെ? പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ റബ്ബേ. അബ്സർന ധാര പറയാന്നറിയോ? പരലോകത്തെന്ന് പറയണം. ആരറിയോ? മുശ്രിക്കുകൾ, മുജ്രിമീങ്ങളായത് അഥവാ മുശ്രിക്കുകൾ പറയണം. അബ്സർന ഞങ്ങൾ കണ്ടു, വസമിഅന ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടെന്നറിയാം? ദുനിയാവെന്ന് കാണാനും കേൾക്കാനും തയ്യാറാകാത്തോ ആഖിറത്ത് പോയിട്ട് പറയാൻ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ഫർജിഅന, ഇനി ഞങ്ങൾ നീ മടക്കണേ. എവിടുക്കാ മടക്കേണ്ടത്? ഇന്ത്യയിലേക്ക്. ഇന്ത്യയിലെവിടെ? കേരളത്തേക്ക്. കേരളത്തിലെവിടെ? താമസിക്കണ ഏതാ സ്ഥലത്ത് അവിടേക്ക് മടക്കിയാൽ മതി. എന്തിനാ മടക്കണത്? ഫർജിഅന. എന്തിനാ മടക്കണത്? നഅമൽ ഞങ്ങൾ പ്രവർത്തിക്കാം, സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ നീ ഒന്ന് മടക്കുന്നു. ഇന്നാ മൂഖിനൂന നിശ്ചയമായി ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യായി. ഇവിടെ വിശ്വാസികളും അവരും തമ്മിൽ വ്യത്യാസം എന്താ? വിശ്വാസികൾക്ക് അല്ലാഹ് പറഞ്ഞാൽ മതി, അവർക്ക് എന്താണ്? വബിൽ ആഖിറതി ഹും യൂഖിനൂന, അല്ലെ? ദൃഢമായി വിശ്വസിക്കണം. നമ്മളിപ്പോ എന്താ ഈ ഇരിക്കണ പോലെ എന്തിനാ? ഇത് അവിടേക്ക് ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ, അല്ലേ? അതെ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇങ്ങനെ ഒരു സദസ്സ് ഉണ്ടായിട്ടും ഇരിക്കാതെ പൊരയിൽ പോയി കുത്തിരിക്കണമെന്നത് കിട്ടുമോ? കിട്ടൂല. പുരുഷന്മാർക്ക് കിട്ടോ? കിട്ടൂല. സ്ത്രീകൾ കിട്ടോ? കിട്ടൂല. ഇതിന് പകരം ഓൻ പോയ എവിടെയെങ്കിലും ഈ കൂലി കിട്ടോ? കിട്ടൂല. ഇൽമിന്റെ സദസ്സ് കുത്തിരിക്കണ കൂലി വേറെ എവിടെ പോയാലും കിട്ടൂല. കല്യാണം പോലെ പോയി കിട്ടോ? ഇല്ല, ഇല്ല. അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇയാള് പറയണെന്ന് വെച്ചാൽ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിത് കണ്ടു കഴിഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങളെ നീ ദുനിയാവിലേക്ക് മടക്കി അയക്കണേ. എന്തിനത്? എന്നാൽ ഇനി വീണ്ടും ഞങ്ങൾ ദുനിയാവിലേക്ക് ചെന്നാൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞവരാണെന്ന്. അപ്പൊ ഇവരാഗ്രഹിക്കണം, ഇനി ഞങ്ങൾക്ക് ഒരു രണ്ടാമത്തെ ജീവിതം കൂടി തരണം, എന്നാ ഞങ്ങൾ നന്നായിട്ട് വരാന്നാണ്. ഇത് പരലോകത്തെത്തിയാൽ കാഫിറുകൾ, മുശ്രിക്കുകൾ, മുജ്രിമുകൾ പറയുന്ന മറുപടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ എത്തിയിട്ട് ഇത് പറയണോ അതല്ല ഇവിടുന്ന് തന്നെ നമ്മൾ പണിയെടുക്കണോ? എന്നാലോചിച്ച് നോക്കി, അവിടെ എത്തിയിട്ട് ഇത് പറയണോ അതല്ല ഇവിടുന്ന് തന്നെ പണിയെടുക്കണോ? ഒരു കാര്യം ഉറപ്പാണ്, എന്ത്? അവിടെ എത്തിയ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല. പോരാൻ പറ്റുമോ? പോരാൻ പറ്റില്ല. കാരണം പോയി ഒരാരും വന്നിട്ടില്ല. എവിടെ ഫിർഔൻ? ഇല്ല. ഹാമാൻ എവിടെ? ഖാറൂൻ എവിടെ? നമ്രൂദ് എവിടെ? മല്ലന്മാരും വീരന്മാരുമായിരുന്ന രാജാക്കന്മാരെവിടെ? പ്രഭുക്കന്മാരെവിടെ? പോയവരൊക്കെ എവിടെ? ആരും തിരിച്ചു വന്നിട്ടില്ല. ആരും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സത്യസന്ധമായി അങ്ങനത്തെ ഒരു ലോകത്തെ മുന്നിൽ കണ്ട് ജീവിക്കലാണ്. അള്ളാന്റെ കിതാബിൽ എത്ര സ്ഥലത്താണ് ഈ മടങ്ങിവരവ് ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഈ മടങ്ങിവരവ് ഞാൻ മുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. ഈ മടങ്ങിവരവ് റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന നിമിഷം മുതൽക്ക് കുഫാറുകൾ പറഞ്ഞു പോണ വാക്കുകളാണ്. കുറ്റവാളി, മുജ്രിമുകൾ പറയുന്നത് എത്ര സ്ഥലത്ത്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഉൻ. മരിക്കണ നേരത്തവും പറയും ഒന്ന് മടക്കിക്കൊണ്ട. എന്നിട്ട് എന്തിനാ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. പിന്നെ അവൻ ആഖിറത്ത് ചെന്നാ പറയും. പിന്നെ അവൻ നരകത്തിലെത്തിയാ പറയും ഒന്ന് തിരിച്ചയക്ക റബ്ബേ, ഞങ്ങൾ പോയിട്ട് നന്നായിട്ട് വരാ, ഒന്ന് തിരിച്ചയക്ക. ഒരു ചാൻസ് ഉണ്ടാ, ഒരു ചാൻസ് ഉണ്ടാ, ഒരു ചാൻസ് ഉണ്ടാ. ദുനിയാവിൽ 60 കൊല്ലം ജീവിക്കാൻ ചാൻസ് ഇട്ടിട്ട് ഇത് ശ്രദ്ധിക്കാത്തവനും ആഖിറത്തെ മുന്നിൽ കണ്ട് ജീവിക്കാത്തവനും പരലോകത്ത് നിന്നിട്ട് പറയാ ഞങ്ങൾക്കൊരു നിമിഷമെങ്കിലും കൊണ്ടാ ഒന്ന് തിരിച്ചു വരട്ടെ, ഞങ്ങളൊന്ന് നന്നായിട്ട് തിരിച്ചു വന്നോളാം.
നടക്കാത്ത കാര്യമാണ് എന്നും മനുഷ്യന്മാർക്ക് താല്പര്യം. നോക്കി നിങ്ങള്, റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുതരാം നമുക്ക്. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 44-ാമത്തെ ആയത്തിൽ സമാനമായ ഒരു കാര്യം. അവിടെ എന്താ അറിയോ? വഅൻദിരിൻ നാസ യൗമ യഅതീഹിമുൽ അദാബു ഫയഖൂൽ, മനുഷ്യർക്ക് ശിക്ഷ വന്നെത്തുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ അവർക്ക് താക്കീത് നൽകുക. ഫയഖൂൽ, അപ്പോൾ ഒരു പറയുന്നറിയോ? ഫയഖൂലു അല്ലദീന വലമു, അക്രമം പ്രവർത്തിച്ചവർ പറയും, റബ്ബനാ അഖ്രിജ്നാ ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഇർ റുസുൽ, ഞങ്ങളുടെ റബ്ബേ അടുത്ത ഒരു അവധി വരെ ഞങ്ങൾക്ക് നീ സമയം നീട്ടി തരണമേ, എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുകയും ദൂതന്മാരെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തു കൊള്ളാം. അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മാ ലക്കും മിൻ സവാൽ, നിങ്ങൾക്ക് മറ്റൊരു ലോകത്തേക്ക് മാറേണ്ടി വരില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നായിരിക്കും അള്ളാഹുവിന്റെ മറുപടി പറയാം. അതായത് ഈ ദുനിയാവിനുള്ള ഇനിയൊരു പരലോകമൊന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ എന്നാണ് അള്ളാഹ് തിരിച്ചു വയ്ക്കണം. കാരണം അങ്ങനത്തെ ആൾക്കാരാണ് മരിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അവർക്ക് പരലോകത്തെ അദാബ് വരുമ്പോൾ ഒന്നും മടക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എന്നോടൊന്ന പോലെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല്, കിട്ടുന്ന ചാൻസ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ചാൻസ് ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, നാളെ ഇതുപോലെ ആകണമെന്നില്ല. 5 കാര്യങ്ങൾക്ക് മുമ്പ് ഹദീസിൽ കാണാം. അതിലൊന്നുണ്ടെന്താ? ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വകാലം. അതുപോലെ രോഗത്തിന് മുമ്പ് ആരോഗ്യകാലം, മരണത്തിന് മുമ്പ് ആയുസ്, ജീവിതം. അത് ഉപയോഗിച്ചോടിന്നാണ് നബി പഠിപ്പിക്കാണ്. ഇതൊക്കെ എപ്പോഴാ വരിക എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കാം, ഇപ്പൊ നമ്മളെ ചെറിയ കുട്ടികളെന്നെ വിചാരിക്കുന്ന നിങ്ങള് ഞങ്ങളൊന്നും ഇപ്പൊ പെട്ടെന്നൊന്നും മരിക്കൂല എന്നാണ്. ഒരു കുട്ടി മരിച്ച കണ്ടാല് നമ്മളെ കുട്ടിയൊക്കെ എന്താ തോന്നുക? ഞാനൊന്നും മരിക്കാനായിട്ടില്ല. എന്ത്, ഞങ്ങള് മുതിർന്ന നമ്മുടെ നാടൻ വർത്താനം പോത്തുകളെ വലിപ്പള്ള ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ല, പിന്നെ ഇപ്പൊ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊന്നും മരിക്കാനായിട്ടില്ല എന്ന് തോന്നപ്പോഴും അങ്ങനെ കളിച്ചിറക്കേണ്ട പ്രായമാണ്. ആ കുട്ടിയൊക്കെ കളിച്ചിറക്കണ പ്രായം, അതിനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എന്റെ ഇസ്ലാമൊക്കെ പാടെ അടിച്ചേൽപ്പിച്ചിട്ട് ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് വിട്ടാണ്. നാട്ടിലത്തെ കുഫറിന്റെ വർത്താനം നമ്മൾ കേൾക്കും പലപ്പോഴും. ചെറിയ മക്കള് ദീനിലേക്ക് വരുമ്പോ ആൾക്കാർ പറയുന്ന ഡയലോഗാണ്. ഓന്റെ വസ്ത്രം ഒന്ന് ഞെരിയാണിക്ക് മുകളിലേക്ക് പോയി ആൾക്കാർ പരിഹസിക്കണ പരിഹാസാണ്. ഓനൊരു തൊപ്പിട്ട, ഓന്റെ മുഖത്തൊരൽപ്പം താടി വന്ന, ഓളൊന്ന് ഇസ്ലാമിക വസ്ത്രം ധരിച്ച, 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഇസ്ലാമിന്റെ ജിൽബാബെന്ന് മുഖക്കൊന്ന് മറിച്ചൊരു കുട്ടി പുറത്തേക്ക് ഇറങ്ങിയ അപ്പൊ ആൾക്കാർ ചോദിക്കും, എന്തിനാ മന എനിക്ക് ഇങ്ങനെ ഒരു അയ്യോ അങ്ങനെ അതിനും കൂടി എന്തിനാ അങ്ങനെ ആക്കണം അല്ലേ? നാടൻ വർത്താനം അത് ആദ്യം വരെ പൊരയുന്ന തന്നെ കുടുംബത്തിൽ നിന്ന് വരാം, പിന്നെ നാട്ടുകാരല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ നന്നാകാൻ സമ്മതിക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കള്ളൊടിച്ച് തോന്നിയാസം കണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ അടുത്തല്ല കുറച്ചു മുമ്പ് എന്റെ അടുത്ത് നേരിട്ട് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി തന്ന പിന്നീട് ഒരാൾ പറയണം, ഉസ്താദ് എങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ചാല് ഒരുത്തൻ തൗഹീദ് സ്വീകരിച്ച് നല്ലോനായി മടങ്ങി. അപ്പൊ പള്ളിക്കൽ ഉസ്താദ് പറഞ്ഞു, പഴച്ചു പോയിക്കൊണ്ടെന്ന്. ബാപ്പാനെ വിളിച്ചിട്ട് പരാതി പറഞ്ഞത്, നിങ്ങളെ കുട്ടി പഴച്ചുകൊണ്ട് സൂക്ഷിച്ചോളൂ. അപ്പൊ ഈ വാപ്പയും സലഫിയായി. ചുരുക്കത്തിൽ അതാണ് വിഷയം. വാപ്പ സലഫിയായി എന്നുള്ളതാണ് അതിന്റെ അസല്. അവിടെ നിന്നാണ് കഥ പോണത്. അപ്പൊ എന്തെന്ന് വെച്ചപ്പോ വാപ്പ രാഹുലായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, മകനാണെങ്കിൽ ഭൂലോകത്തമ്മാടി കള്ളും കുടിച്ച് തോന്നിയാസം കാട്ടി ഇങ്ങനെ നടക്കണിടക്ക് ചെറുക്കനൊരു ദിവസം എന്ത് ചെയ്തു? അള്ളാഹു തൗഹീദ് നൽകി. അൽഹംദുലില്ലാ, അള്ളാഹ് ഹിദായത്ത് തെരഞ്ഞെടുത്ത് കൊടുക്കാമല്ലോ. ഹിദായത്ത് കിട്ടിയോടുകൂടി ഓൻ 5 വരം പള്ളിയിൽ താടി വളരാൻ തുടങ്ങി, വസ്ത്രം ഞെരിയാണിക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങി, അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഹറാമ് കാണുമ്പോൾ കണ്ണ് താഴ്ത്താൻ തുടങ്ങി. അപ്പൊ പള്ളിക്കൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ മകൻ പഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കേട്ടപ്പോ വാപ്പ പറഞ്ഞു, ഇത്ര കാലം പഴിച്ചപ്പങ്ങളെല്ലാരും പറഞ്ഞു കൊടുത്തില്ല, ഇപ്പൊ നന്നായപ്പങ്ങൾ പഴിച്ചു എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ ഓന്റെ പഴിച്ച മാർഗത്തിലാണ്. നമ്മളോട് ഇങ്ങോട്ട് പറയില്ലേ പഴിച്ച മാർഗത്തിലാണോ? തിരിച്ച് പറയേണ്ട വാക്കാണ്, പഴിച്ച മാർഗത്തിലാണ്. സുബ്ഹാനക അലി. നിങ്ങളെ അപ്പൊ നന്നായ നമ്മളെ നാട്ടിൻപുറത്ത് പറഞ്ഞെടുക്കുവാനാണ്, നന്നാകാൻ സമ്മതിക്കൂല ആരും. നിങ്ങൾ വടക്കായിട്ട് ഇങ്ങനെ നടന്നു നോക്കി ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, ആർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് കിട്ടുന്ന ചാൻസ് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു ചാൻസ്, 1 മിനിറ്റാണ്, 1 മിനിറ്റ് റബ്ബ് ഇഷ്ടപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുക. ഇനി അമൽ ചെയ്യാൻ പറ്റണില്ലേ എങ്കിൽ ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എപ്പോഴും മരിക്കുന്നുള്ളൊരു ബോധം ചെറുപ്പത്തിലേ മുലപ്പാല് നൽകുന്ന കാലഘട്ടം മുതലേ നമ്മുടെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട ഒരു ബോധം. എത്ര പറഞ്ഞാലും ആ ബോധം പോവും, സ്വാഭാവികമാണ്. പക്ഷെ അതിങ്ങനെ പേർത്തും ഓരോ സംഗതികളിലും. ഒരു മരണ വീട്ടിൽ ചെന്നാൽ
മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് എന്താന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മള് ഖബർ എന്താന്ന് കാണിച്ചു കൊടുക്കണം. വലിയ വേജാറും വെപ്രാടൊന്നും കുട്ടിയൊക്കെ വരൂലെങ്കിൽ യുക്തിയോടുകൂടി നല്ല രസകരമായി മക്കൾക്ക് ഖബർ കാണിച്ചു കൊടുക്കണം. മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുന്നത് കാണിച്ചു കൊടുക്കണം. ഞാനും നീയും ഇങ്ങനെ പോകാന്ന് പറഞ്ഞു കൊടുക്കണം. ആ മലക്കുകൾ അതിനകത്ത് വരും, ചോദ്യം ചെയ്യുന്നു പറഞ്ഞു കൊടുക്കണം. പ്രാക്ടിക്കലായിട്ട് എന്താ പറയാ, ആഖിറബോധവും അതുപോലെ തസ്കിയത്തും സുഹുദും ഒക്കെ മക്കൾക്ക് നൽകുന്ന കുറെ വഴികളുണ്ട്. റബ്ബ് നമുക്ക് അതിലേക്ക് തിരിഞ്ഞു പോകാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ ഇവര് പറയണെന്ന് വെച്ചാല്, അവര് നിഷേധിച്ചിരുന്ന പുനരുത്ഥാനം, ഞങ്ങൾ നിഷേധിച്ചിരുന്ന ഈ പരലോകം ഞങ്ങൾ നേരിൽ കണ്ടു. നിന്റെ ദൂതന്മാർ കൊണ്ടുവന്നതിന്റെ സത്യത ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാല് സൂറത്ത് മറിയമിലെ 38-ാമത്തെ ആയത്തിൽ കാണാം, അസ്മിഅ ബിഹിം വഅബ്സിർ യൗമ യഅതൂനന. അവർ ഈ മുജ്രിമുകൾ നമ്മുടെ അടുത്ത് വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും എന്തൊരു കാഴ്ചയായിരിക്കുന്നതാണ്. അതുവരെ എന്തു പറഞ്ഞാലും കേൾക്കാത്ത, കാണാത്ത, ഉൾക്കൊള്ളാത്ത ആളുകൾ പരലോകത്തെത്തുമ്പോൾ ഒക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാകും. പക്ഷെ സമയം മാറിപ്പോയി, സന്ദർഭം മാറിപ്പോയി, സാഹചര്യം മാറിപ്പോയി, ഒരു ഉപകാരം ഉണ്ടാവില്ല. അതിനാൽ നീ ഞങ്ങളുടെ ദുനിയാവിലേക്ക് തന്നെ മടക്കണേന്നാണ്. എന്തിനാ മടക്കണമെന്നറിയോ? നീ ഞങ്ങളെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്ക് ദൃഢബോധ്യമുണ്ടായിട്ടുണ്ട്. എന്ത്? നിന്റെ ലിഖാഉം പുനരുദ്ധാനത്തെ സംബന്ധിച്ചും നിന്റെ മുർസലീങ്ങൾ കൊണ്ടുവന്നതിനെ പറ്റിയും ദൃഢവിശ്വാസമുള്ളവരാകുന്നു ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, സമയം മാറി, സന്ദർഭം മാറി. ദുനിയാവിലായിരിക്കെ കേൾക്കാനും കാണാനും തയ്യാറാകാത്തവർ ആഖിറത്തിൽ അതിന് തയ്യാറാകുന്നതാണ്. ഇത് അള്ളാഹിന്റെ ഖുർആനില് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു താല പറഞ്ഞു തന്നൊരു കാര്യമാണ്. 50-ാം അധ്യായം സൂറത്ത് ഖാഫിന്റെ 22-ാമത്തെ ആയത്ത്, അതുപോലെ 67-ാമത്തെ അധ്യായം സൂറത്ത് മുൽക്ക് തബാറക്കല്ലേ, ആ സൂറത്ത് മുൽക്കിന്റെ 10-ാമത്തെ ആയത്തിൽ കാണാം, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നും അവര് പറയും. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ റബ്ബ് എത്ര നന്നായിരുന്നു, ഇത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര, എന്നാൽ ഞങ്ങൾ ഈ നരകത്ത് പോകേണ്ടി വരില്ലല്ലോ എന്നും അവര് പറയുമെന്ന് ഇത് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞുതരാണ്. സത്യത്തിൽ ദുനിയാവില് കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞ ആൾക്കാരാണ് ഈ പറയണത്. ദുനിയാവില് കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞ ആൾക്കാരാണ് ഈ പറയണത്. അത് അല്ലാഹു തആല വളരെ രസകരമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫത്ഹ് 48-ാം അധ്യായം, സൂറത്ത് ഫത്ഹിന്റെ 8-ാമത്തെ ആയത്തിൽ കാണാം. വളരെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ മാത്രം 45-ാം അധ്യായം സൂറത്ത് ജാത്തിയുടെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വൈലുൽ ലികുല്ലി അഫാകിൻ അസീം. വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം. യസ്മഉ ആയാത്തില്ലാഹി തുത്ലാ അലൈഹി ثم يصروا مستكبرا كأن لم يسمعها. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കുകയും എന്നിട്ടത് കേട്ടിട്ടില്ലാത്തവനെ പോലെ അഹങ്കാരിയായിക്കൊണ്ട് ശഠിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അതിനാൽ അവന് വേദനയേറിയ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചുള്ളൂ നബിയാണ്. കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ ഇവനാണ് നാളെ പരലോകത്ത് എന്നാല് കേൾക്കാനും കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ ആഗ്രഹിക്കണത് എന്നാണ്. യഅൂദുബില്ല. എന്തൊരു വൈരുദ്ധ്യ ആലോചിക്കുക. ഇങ്ങനത്തെ ഒരു ഗതി നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നത്. കാഫിറുകൾ ഇങ്ങനെ പറയും, നിങ്ങൾ അങ്ങനെ പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ പറഞ്ഞ ആൾക്കാര് മടക്കിയിട്ട് വീണ്ടും ദുനിയാവുക്ക് വന്ന നന്നാകുന്നാണോ? നിങ്ങൾ ഇവിടല്ലേ ഈ പറഞ്ഞ ആൾക്കാര് വീണ്ടും ദുനിയാവിൽ വന്ന നന്നാവും എന്നാണോ വിചാരിക്കണത്? ഇല്ല, നന്നാവൂല എന്നുള്ള പറഞ്ഞത്. ഈ നരകത്തിന്റെ മുന്നിൽ നിന്നും നരകത്തൊന്നും മരിക്കണ നേരത്തൊക്കെ തിരിച്ചേക്കറപ്പേ ഞങ്ങൾ നന്നാകാ, ഒന്ന് മടക്കിക്കൊണ്ടറപ്പേ ഞങ്ങൾ നന്നാകാ എന്ന് പറയുന്ന ആളുകളെ മടക്കിയാൽ അവർ നന്നാകുമോ? അള്ളാഹു പറയുന്നവർ നന്നാകില്ല എന്നാണ്. മടക്കൂല എന്നൊരു വിഷയം, നന്നാകൂല എന്നാ അള്ളാഹ് പറഞ്ഞതറിയോ?
വലൗ റുദ്ദൂ ലഅദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. തിരിച്ചയക്കപ്പെട്ടാൽ അവർ എന്തിൽ നിന്നൊക്കെ വിലക്കപ്പെട്ടുവോ അതിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോകുന്നതാണ്. വഇന്നഹും ലകാദിബൂൻ. തീർച്ചയായും അവർ കള്ളം പറയുന്നവരാകുന്നു. നരകത്തേക്ക് എത്താൻ എന്താ കാരണം? കുഫറാണ്, ശിർക്കാണ്, ബിദ്അത്താണ്, മഅസിയത്താണ്. അതിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോകുന്ന. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിക്കണേ. ഒന്ന് തിരിച്ചയച്ച ഞങ്ങൾ നന്നാകാന്നറിയില്ലേ? തിരിച്ചയച്ചിട്ട് എവിടുക്ക വരുന്നത്? ഈ രാജ്യത്തേക്ക് തന്നെയല്ലേ? അതെ. അല്ലെങ്കിൽ ഏത് നാട്ടിൽ? ആ നാട്ടിൽ തന്നെയല്ലേ? ആ നാട്ടിൽ ചെന്നാല് ഓല് പണ്ട് ചെയ്ത് എന്തൊക്കെ പണിയുണ്ട് ആ പണിയൊക്കെ പിന്നെ ഓല് ചെയ്യുന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. വലൗ റുദ്ദൂ എന്ന് പറഞ്ഞാൽ ഇല ദുനിയ, ദുനിയാവിലേക്ക് അവർ മടക്കപ്പെട്ടാൽ, ലആദൂ ലിമാ യഅനി ഇലാമ, അവർ എന്തിലേക്ക് തന്നെ മടങ്ങും? നുഹു അൻഹു, അതായത് മിനൽ കുഫർ, വിരോധിക്കപ്പെട്ടിട്ടുള്ള കുഫറിലേക്ക് തന്നെ അവർ മടങ്ങുക തന്നെ ചെയ്യുന്നതാണ്. വഇന്നഹും ലകാദിബൂൻ, അവർ കള്ളം പറയുന്നവരാകുന്നു. ഫീ ഖൗലിഹിം, ഏതാണ്? ഞങ്ങൾ പോയാ തിരിച്ച് നന്നായിട്ട് വരാന്ന് പറഞ്ഞല്ലേ, അത് കള്ളമാണ്, കള്ളമാണ്. ലൗ റുദിദിന ഇല ദുനിയ, ഞങ്ങളത് ദുനിയാവിലേക്ക് മടക്കിയാൽ ലം നുകദ്ദിബ് ബിആയാതി റബ്ബിന, ഞങ്ങൾ ഒരിക്കലും നിന്റെ ആയത്തുകളെ കളവാക്കൂല. വകുന്നാ മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാകും എന്നവര് പറഞ്ഞില്ലേ, അതെന്താണ്? അത് കളവാണ്. ഓലൊരിക്കലും അങ്ങനെ ചെയ്യൂല, അങ്ങനെ അവർക്ക് കഴിയില്ല എന്നാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറഞ്ഞു, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ. നിങ്ങളെ ഖുർആനിൽ നോക്കി, നിങ്ങൾ അവിടെ ശരിക്ക് ആത്തൈന എന്നുള്ളത് അത്തൈന എന്നുള്ളത് അങ്ങനെ ഉണ്ടോ? കാണുന്നുണ്ടോ ശരിക്ക്? അതോ അത്തൈന എന്നാ കാണാ പെട്ടെന്ന് വായിക്കുമ്പോ? അത്തൈന തന്നെയല്ലേ? പക്ഷെ അധികം ആൾക്കാരും ചിലപ്പോൾ ഊതുമ്പോ എന്ത് പറയും? അത്തൈന എന്ന് പറയും. അത്തൈന എന്ന് പറയുന്നത് ആത്തൈന എന്നാണ് അവിടെ. ഓക്കെ. വലൗ ശിഅ്നാ ലആതൈന, വലൗ ശിഅ്ന എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിച്ചെങ്കിൽ, ലആതൈന നാം നൽകുമായിരുന്നു, കുല്ല നഫ്സിൻ എല്ലാ ഓരോ വ്യക്തിക്കും, ഹുദാഹ അതിന്റെ സന്മാർഗം, നിർമാർഗം. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് നാം ഉദ്ദേശിച്ചെങ്കിൽ ഓരോ വ്യക്തിക്കും തന്റെ സന്മാർഗം നാം നൽകുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരാൾ സന്മാർഗത്തിലായിട്ടില്ല, എന്തൊക്കെ പറഞ്ഞെടുത്തിട്ട് അയാൾ സന്മാർഗത്തിലായില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിക്കാനുള്ള വകുപ്പൊന്നുമില്ല. കാരണം എന്താ? അള്ളാഹ് ഉദ്ദേശിച്ചാലേ എന്താവും, ഒരാള് ഹിദായത്തിലാകും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ എന്താ? വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 99-ാമത്തെ ആയത്താണ് ഈ ആയത്തിന്റെ തഫ്സീറായി പറഞ്ഞത്. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും ഒന്നടങ്കം വിശ്വസിക്കുമായിരുന്നു എന്നാണ്. വലൗ ശിഅ്നാ, ഇവിടെ പറഞ്ഞല്ലോ വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ തഫ്സീറിൽ കാണാം വലൗ ശിഅ്നാ ഇഅ്താഅ കുല്ലി നഫ്സിൻ റുഷ്ദഹാ വതൗഫീഖഹാ ലഹമൽനാഹാ അലാ ഹാദാ. ഓരോ വ്യക്തിക്കും അവന്റെ സന്മാർഗവും സൗഭാഗ്യവും, ഇത് സത്യം സ്വീകരിക്കാൻ നൽകാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അപ്രകാരം തന്നെ നാം എല്ലാവരെയും ആക്കുമായിരുന്നു. കൊടുക്കണേ അല്ല, ഞങ്ങൾ എന്തൊരു വർത്താനം പറഞ്ഞപ്പോ വിചാരിച്ച് കൊടുക്കാനായിരിക്കും. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറഞ്ഞു വലാകിൻ, ലാകിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലെ, ഹഖൽ ഖൗലു, വാക്ക് സത്യമായി കഴിഞ്ഞു. മിന്നി, ഇവിടെ മിന്നി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള, മിന്നി എന്നിൽ നിന്നുള്ള. എന്താണ് ആ വാക്ക്? ലഅംലഅന്ന, ഞാൻ നിറക്കുക തന്നെ ചെയ്യും, ജഹന്നമ നരകത്തെ, മിനൽ ജിന്നത്തി ജിന്നുകളെ കൊണ്ട്, വന്നാസി മനുഷ്യരെ കൊണ്ട്, അജ്മഈൻ എല്ലാം. പക്ഷെ എന്നിൽ നിന്നുള്ള വാക്കെന്താ? ഇത് സത്യമായി പുലർന്നു കഴിഞ്ഞു. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും എല്ലാം നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന എന്റെ വാക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം എന്താണെന്നറിയോ? ഭൂമിയിലുള്ളവരെല്ലാം വിശ്വാസികളാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ ഒരു യുക്തി കാരണം അവനത് ഉദ്ദേശിച്ചിട്ടില്ല. അവന്റെ നീതി നിമിത്തം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പിഴവിലാക്കുകയും
അവന്റെ ഔദാര്യ നിമിത്തം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നത്. ഇവിടൊക്കെയാണ് പലരും പാളിപ്പോകല്. കാരണം ഏത് കാര്യം തഹ്ത മശീഅത്തില്ലാ എന്നത് ഖളാ ഖദറുമായി ബന്ധപ്പെട്ട വിശാലമായ ലോകമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മക്കന്നെ ചിലപ്പോൾ പാളിച്ചു വരും. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് വഹുവ ഖൗലുഹു ലി ഇബ്ലീസ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. പക്ഷേ എന്നിൽ നിന്നുള്ള വാക്ക് സത്യമായി പുലർന്നു കഴിഞ്ഞു. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും എല്ലാം നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന എന്റെ വാക്ക്. ഇതിനെ വിവരിക്കുന്നിടത്ത് കാണാം വഹുവ ഖൗലുഹു ലി ഇബ്ലീസ്. അള്ളാഹു അവൻ ഇബ്ലീസിനോട് പറഞ്ഞത് ഇതാണ്. എന്ത്? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. സൂറത്ത് സ്വാദിന്റെ 85-ാമത്തെ ആയത്ത്. നിന്നെയും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുന്നതാണ്. അതാണ് കാരണം. അതാണ് വെറുതെ നരകം നിറക്കുന്നല്ല പറഞ്ഞത്. മനുഷ്യരെയും ജിന്നുകളെയും നരകം കൊണ്ട് നരകത്തിൽ നിറക്കും എന്ന് പറഞ്ഞാൽ എന്തപ്പത് ഇങ്ങനെ പറഞ്ഞാൽ അതാണ് ഈ ആയത്ത്. എന്താണ് നേരത്തെ പറഞ്ഞ ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞ അത് എന്തുകൊണ്ടാണ്? വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ഇബ്ലീസേ, നിന്നെയും മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അതുപോലെ നിന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നും നിന്നെ പിൻപറ്റിയവരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുന്നു. അല്ല എല്ലാരും കൊണ്ടേ നരകത്തിലിടുന്നല്ല. അള്ളാഹു നീതിമാനാണ്. എന്തുകൊണ്ടാണ് ആളുകൾ നരകത്ത് പോകുന്നത്? ശൈത്താനെ പിൻപറ്റുന്നത് കൊണ്ടാണ്. അഥവാ പരലോകത്ത് ആഖിറത്തിൽ നിന്നെയും അഥവാ ഇബ്ലീസിനെയും കുഫറിൽ നിന്നെ പിൻപറ്റിയ മുഴുവൻ ആദം സന്തതികളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ കാര്യം വ്യക്തമാണ്. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും കൊണ്ട് നരകം നിറക്കും പറഞ്ഞാൽ ശൈത്താനെയും ശൈത്താന്റെ ആശയത്തെ പിൻപറ്റുന്നവരെയും കൊണ്ട് നരകം നിറക്കുമെന്നാണ്. ഇത് മനസ്സിലാക്കുന്നിടത്ത് ഒരു ആയത്ത് കൂടി കാണാൻ പറ്റും. 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിന്റെ 119-ാമത്തെ ആയത്ത്. എന്താ 119-ാമത്തെ ആയത്തിൽ അറിയോ? അവിടെ കാണാം വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ട് വിഭാഗങ്ങളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന്
നിന്റെ റബ്ബിന്റെ വചനം നിറവേറിയിരിക്കുന്നു എന്ന്. കാരണം എന്താ? ഈ പറഞ്ഞതാണ്. ശൈത്താനെയും ശൈത്താന്റെ ആദർശത്തെയും പിൻപറ്റിയാൽ അവർ നരകത്തിലാകുന്നതാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ആയത്തിനെ, അതായത് സൂറത്ത് സജ്ദയിലെ ഇപ്പൊ നമ്മൾ വായിച്ച ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത്, 13-ാമത്തെ ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണാം, വലാകിൻ വജബൽ ഖൗലു മിന്നി ഹിക്മതൻ വഅദലൻ. എന്നാൽ എന്റെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നത് മഹത്തരമായ ഒരു യുക്തിയും നീതിയും അതിലുണ്ടെന്നാണ്. എന്താണ് ആ വാക്ക്? ലഅംലഅന്ന ജഹന്നമ യൗമൽ ഖിയാമത്തി മിൻ അഹ്ലിൽ കുഫ്രി വസ്സഖലൈൻ. സഖലൈൻ എന്ന് പറഞ്ഞാൽ അൽ ജിന്നി വൽ ഇൻസ്. ഖിയാമത്തിന്റെ നാളിൽ സത്യനിഷേധികളായ ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറക്കും എന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? ജിന്നുകൾ, മനുഷ്യർ എന്നീ രണ്ട് വിഭാഗങ്ങൾ കൊണ്ട്, അതായത് അവരിലെ സത്യനിഷേധികളെ കൊണ്ട്. മിൻ അഹ്ലിൽ കുഫ്രി വസ്സഖലൈൻ. അപ്പൊ മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിൽ നിറക്കും എന്ന് പറഞ്ഞാൽ അവരിലെ കുഫാറുകളെ കൊണ്ട് നരകം നിറക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ലിഖ്തിയാരിഹിം ത്വരീഖൽ കുഫ്രി വദ്ദലാലി അലാ ത്വരീഖൽ ഈമാനി വൽ ഇസ്തിഖാമ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സ്ഥിരതയോടെ അതിൽ നിലകൊള്ളുകയും ചെയ്തതിന് പകരം അള്ളാഹുവിനെ നിഷേധിക്കുകയും വഴികേട് തെരഞ്ഞെടുക്കുകയും ചെയ്തതിനാൽ അത് കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്? നരകത്തിന്റെ അവകാശികളാകുന്നത്. അപ്പൊ നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതെന്താ അള്ളാഹ് ആളുകളെ കുറിച്ച് അങ്ങനെ ആളുകളൊക്കെ കൊണ്ടിട്ട് നരകത്ത് കൊണ്ടിടുന്നു പറയണമെന്ന് വെച്ചാൽ, നരകത്തിലേക്ക് പോകാനുള്ള പ്രവൃത്തി ചെയ്തവർ പിന്നെ എവിടേക്ക് പോകുക? നരകത്തേക്ക് തന്നെയാണ് പോകാൻ. അവരവിടേക്ക് തന്നെയാണല്ലോ പോകേണ്ടത്. വേറെ എവിടേക്കും പോകാൻ അവർ യോഗ്യരല്ല. അതാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ എന്നാണ്. വല്ലാഹു തആല അഅലം. ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് ഓതിയിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് സജ്ജതയുടെ തുടക്കം മുതലൊന്ന് ഓതി വരാം. ഏകദേശം 13 ആയത്തേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഓതി പോകുമ്പോൾ ഈ ക്ലാസ്സാണ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 30 ആയത്തല്ലേ? സൂറത്തു സജ്ജതയിലെ 30 ആയത്ത്. നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ വെള്ളിയാഴ്ച ഓരോരുത്തർ രാവിലെ ഇമാമത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവും. നന്നാവില്ലേ? അങ്ങനെ പഠിക്കൽ അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون.
ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون ما شاء الله بارك الله فيكم جميعا اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.